നമസ്കാരം. 2024 അവസാന മാസങ്ങളിൽ ജമ്മു കാശ്മീരിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും അതുപോലെ ജാർഖണ്ഡിലും അസംബ്ലി ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അടുത്തിടെ പുറത്തു വന്ന പല ഒപ്പീനിയൻ പോളുകളും പ്രവചിക്കുന്നത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും അതുപോലെ ജാർഖണ്ഡിലും BJP പരിപൂർണമായി പരാജയപ്പെടുമെന്നാണ്. ഒപ്പീനിയൻ പോളുകൾ പ്രവചിച്ച പോലെ അസംബ്ലി ഇലക്ഷനിൽ സംഭവിക്കുകയാണെങ്കിൽ BJP നേതൃത്വം നൽകുന്ന കേന്ദ്രത്തിലെ കൂട്ടുകക്ഷി മന്ത്രിസഭ പെട്ടെന്ന് തന്നെ അധികാരത്തിൽ നിന്നും പുറത്തു പോകാനുള്ള സാധ്യതയാണ് BJP നേതാക്കൾ തന്നെ ഇപ്പോൾ മുന്നിൽ കാണുന്നത്. രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളും ഓരോ ദിവസം കഴിയുന്തോറും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് BJP നേതാക്കൾ വലിയ ഭയത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അടുത്തു നടക്കാൻ പോകുന്ന അസംബ്ലി ഇലക്ഷന് മുൻപ് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റിലുള്ള MLAമാരെ മറുകണ്ഠം ചാടിച്ചും സംസ്ഥാന ഗവർണർമാരുടെ പദവികൾ ദുരുപയോഗം ചെയ്തുകൊണ്ടും പല സംസ്ഥാന ഗവൺമെൻറ്റുകളെയും മറച്ചിടാൻ BJP ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുവാൻ വേണ്ടി BJP ഗവൺമെൻറ് കർണാടക ഗവർണറെ നഗ്നമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ആരോപിക്കുന്നത്. ഈയിടെ മൈസൂരിലെ മൂഡ സ്കാമിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ച് സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ അനുമതി നൽകിയത് അതിനുള്ള ഉത്തമ ഉദാഹരണമാണ്. BJP വിചാരിച്ചത് ഗവർണർ മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി കൊടുത്ത ഉടൻ തന്നെ സിദ്ധരാമയ്യ രാജിവെക്കുമെന്നും അതുമൂലം കർണാടക സംസ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ ഒരു പവർ സ്ട്രഗിൾ ഉണ്ടാകുമെന്നും ആ സന്ദർഭത്തിൽ കൂടുതൽ കോൺഗ്രസ് MLAമാരെ BJPക്ക് വിലക്ക് വാങ്ങുവാൻ പറ്റുമെന്നും ആയിരുന്നു. BJP നേതാക്കളുടെ ധാരണയ്ക്ക് വിപരീതമായി കർണാടകയിൽ കോൺഗ്രസ് പാർട്ടി കൂടുതൽ ശക്തമായി എന്ന് മാത്രമല്ല, അടുത്തു തന്നെ കർണാടകയിലെ പല BJP നേതാക്കൾക്കെതിരെയും അതുപോലെ കുമാരസ്വാമിക്കെതിരെയുമുള്ള അഴിമതി കേസുകളുടെ എൻക്വയറി ത്വരിതഗതിയിൽ നടത്താൻ കർണാടക സർക്കാർ ഉത്തരവിട്ടിരിക്കുകയാണ്. അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡ് സംസ്ഥാനത്ത് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ഹേമന്ത് സോരൻ നയിക്കുന്ന ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന പാർട്ടിയിൽ നിന്നും മുൻ മുഖ്യമന്ത്രി ചാമ്പി സോരനെ എങ്ങനെയെങ്കിലും അടർത്തി എടുത്ത് BJP പാളയത്തിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമമാണ് BJP കേന്ദ്ര നേതാക്കൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ നയിക്കുന്ന ശിവസേനയെയും അതുപോലെ ശരത് പവാർ നയിക്കുന്ന നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയെയും പിളർത്തി അധികാരത്തിൽ വന്ന BJP നയിക്കുന്ന ഏകനാഥ് ഷിൻഡെയുടെ ഗവൺമെൻറ് അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിൽ അമ്പെ പരാജയപ്പെടുമെന്നാണ് അടുത്തു വന്ന പല ഒപ്പീനിയൻ പോളുകളും പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ BJP ഗവൺമെൻറ് ഭയപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള പല കേസുകളും ഇപ്പോൾ BJP ഗവൺമെൻറ് പൊടിതട്ടി എടുക്കുന്നതും അതുപോലെ അദ്ദേഹത്തിനെതിരെ പല ആരോപണങ്ങൾ തുടരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതും. രാഹുൽ ഗാന്ധിയെ എത്രയൊക്കെ BJP രാഷ്ട്രീയമായി തകർക്കാൻ ശ്രമിച്ചാലും ഫിനിക്സ് പക്ഷിയെപ്പോലെ രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കുതിച്ചുയരുമെന്ന് മാത്രമല്ല, ഇന്ത്യയിലെ അടുത്ത പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി വാഴുക തന്നെ ചെയ്യും.